നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കുംഭം രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് ഈ മാർച്ച് 29 എത്തിയിരിക്കുകയാണ്. ശനിയുടെ രാശിമാറ്റത്തെ കുറിച്ച് നിരവധി വീഡിയോകൾ ചെയ്തു കഴിഞ്ഞു. എന്നിരുന്നാലും ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം ഫലത്തെ അറിയിക്കുക എന്ന് എനിക്ക് നിരവധി ആളുകൾ പ്രേക്ഷകരുടെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പ്രത്യേക നക്ഷത്ര ഫലങ്ങളെ പറയാൻ പോവുകയാണ്. നിങ്ങൾക്കത് പ്രയോജനപ്പെടും എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെയും ശനിയുടെ രാശിമാറ്റ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ഇനി നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ ശനിമാറ്റ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനസമ്പാദനത്തിനുള്ള ശ്രമങ്ങളൊക്കെ വിജയിക്കാൻ സാധിക്കുന്നതാണ്. അതോടെ പലതരത്തിൽ നിലനിന്നിരുന്ന സാമ്പത്തിക വിഷമതകൾ മാറിക്കിട്ടുന്നതാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ട സാഹചര്യങ്ങളും വന്നു ചേരാം. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും രോഗദുരിതം ഉണ്ടാകുന്നതാണ്. പ്രവർത്തനങ്ങളിൽ ചില അലസതകൾ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറ്റാനും സാഹചര്യമുണ്ട്. പുതിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാകാം. വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യതയും വർദ്ധിക്കുന്നതാണ്. കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വാസഗൃഹത്തിന് മാറ്റമുണ്ടാകാനും സാധ്യതയുണ്ട്. അനീതിക്കെതിരെ പ്രവർത്തിക്കാനുള്ള ഊർജം ലഭിക്കുന്നതാണ്. ഒന്നിലധികം മാർഗങ്ങളിലൂടെ ധനാഗമം ഉണ്ടാകുന്നതാണ്. വാഹന ലാഭത്തിന് യോഗമുണ്ടാകുന്നതാണ്. ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ കുറയുന്നതാണ്. ബന്ധുക്കൾ വഴി കാര്യസാധ്യമുണ്ടാകുന്നതാണ്. പ്രണയബന്ധങ്ങൾക്കൊക്കെ അംഗീകാരം ലഭിക്കുന്നതാണ്. മുമ്പ് കടം നൽകി കിട്ടാതെ വന്നിരുന്ന പണങ്ങളൊക്കെ തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ഗൃഹനിർമ്മാണ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. വാക്കുതർക്കങ്ങളിൽ പരാജയം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. വാക്കും സംസാരവും ഒക്കെ നിയന്ത്രിക്കുക. വിശാഖ നക്ഷത്രക്കാർ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശാസ്താവിനെയാണ് ഭജിക്കേണ്ടത്. ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശനിയാഴ്ചകളിൽ ദർശനം നടത്തി ശാസ്താവിന് പുഷ്പാഞ്ജലി, എള്ളുപായസം, നീരാഞ്ജനം ഇവയൊക്കെ നടത്തുക. ശാസ്താവിന്റെ അഷ്ടോത്തര ശതനാമാവലി ജപിക്കുക. ഇതൊക്കെ ദോഷങ്ങൾ ഇല്ലാതാക്കി ഗുണങ്ങൾ വർദ്ധിക്കുന്നതിന് സാഹചര്യം ഉണ്ടാക്കുന്നതാണ്. ഇനി നമുക്ക് അനിഴം നക്ഷത്രക്കാരുടെ ശനി രാശി മാറ്റ ഫലത്തെ നോക്കാം. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവസരത്തിനൊത്ത് പ്രവർത്തിക്കുന്നതിലൂടെ ദുരന്തങ്ങൾ ഒഴിവാകുന്നതാണ്. അവിചാരിത ബന്ധുജന സമാഗമവും ഉണ്ടാകുന്നതാണ്. സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. സഹോദര സ്ഥാനീയരിൽ നിന്ന് ഗുണാനുഭവങ്ങൾക്കും സാഹചര്യമുണ്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകുന്നതാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന ചില വാർത്തകളൊക്കെ കേൾക്കാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ്. പണമിടപാടുകളിൽ കൃത്യത പുലർത്തുന്നതാണ്. സാധിച്ചെടുക്കാൻ വിഷമമുണ്ട് എന്ന് കരുതുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള സാഹചര്യമുണ്ട്. വിവാഹകാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. കർമ്മരംഗം പൊതുവെ പുഷ്ടിപ്പെടാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഇരുചക്ര വാഹനം വാങ്ങുവാൻ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദേശയാത്ര കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷവും സംജാതമാകുന്നതാണ്. സന്താനങ്ങൾ മൂലം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഊഹക്കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വിജയം നേടാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഭൂമി ഇടപാടുകൾ നടത്തുന്നവർക്കും ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ആഡംബര വസ്തുക്കൾക്കായി പണം ചിലവിടുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതാണ്. വിദേശത്തു നിന്ന് തിരികെ നാട്ടിലെത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. തൊഴിലിന്റെ ഭാഗമായി നിരവധി യാത്രകൾക്കും അവസരങ്ങൾ ഉണ്ടാകാം. അനിഴ നക്ഷത്രക്കാർ ദോഷശാന്തിക്കും ഗുണവർദ്ധനവിനുമായി ഗണപതി പ്രീതിയാണ് വരുത്തേണ്ടത്. നിത്യവും കാലത്തെഴുന്നേറ്റ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. ശനിയാഴ്ചകളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി കറുകമാല സമർപ്പിക്കുക. ഗണപതി ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക. ഇതൊക്കെ ദോഷത്തെ ഇല്ലാതാക്കി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ശനിയുടെ രാശിമാറ്റ ഫലം നോക്കാം. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് സത്കർമ്മങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്നതാണ്. തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. ഉദ്യോഗ കയറ്റവും ലഭിക്കാവുന്നതാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകളൊക്കെ കേൾക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങൾ മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സുഹൃത്തുക്കൾ വഴി നേട്ടമുണ്ടാകുന്നതാണ്. ഔചാരിതമായി ധനലാഭത്തിനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാഹചര്യങ്ങളുമുണ്ട്. പഴയകാല സുഹൃത്തുക്കളുമായി സമാഗമം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. സ്വന്തം ഗൃഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളും വന്നു ചേരാം.
രോഗശമനവും ഉണ്ടാകുന്നതാണ്. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ്. ആലോചിക്കാതെ ചെയ്തുപോയ കാര്യങ്ങളുടെ അനന്തരഫലങ്ങളെ കുറിച്ച് ചിന്തിച്ച് വിഷമം ഉണ്ടാകുന്നതാണ്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ട് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും അഭിനന്ദനവും നേടാൻ സാഹചര്യമുണ്ടാകും. ആത്മീയ ഗുരുക്കളുടെ സാന്നിധ്യവും ഉണ്ടാകുന്നതാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ ദേവീക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്തുക. പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ പഞ്ചദുർഗാ മന്ത്ര, പുഷ്പാഞ്ജലി, കടും പായസം ഇവയൊക്കെ വഴിപാടായി നടത്തുക. ദുർഗാദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുക. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദോഷങ്ങളില്ലാതായി ഗുണഫലങ്ങൾ ഇതുമൂലം വർദ്ധിക്കുന്നതാണ്. ഇനി നമുക്ക് മൂലം നക്ഷത്രക്കാരുടെ ശനിയുടെ രാശിമാറ്റ ഫലം ഒന്ന് നോക്കാം. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഔദ്യോഗിക രംഗത്ത് നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സ്ഥലമാറ്റം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ആരോഗ്യനില തൃപ്തികരമാകുന്നതാണ്. പണമിടപാടുകളിൽ കൃത്യത പുലർത്തുവാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അപ്രതീക്ഷിതമായി ഭാഗ്യഭംഗം ഉണ്ടായേക്കാം. ഗൃഹനിർമ്മാണ കാര്യങ്ങളിൽ തടസ്സങ്ങളും ഉണ്ടായേക്കാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകാം. നിഷ്പ്രയാസം സാധിച്ചെടുക്കുമെന്ന് കരുതിയ ചില കാര്യങ്ങൾ അവിചാരിത തടസ്സങ്ങൾ മൂലം നഷ്ടപ്പെട്ടു പോയേക്കാം. ഏതാനും നാൾ കഴിയുമ്പോൾ സ്ഥിതിഗതികൾ അനുകൂലമാകുന്നതാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. തീർത്ഥയാത്രകൾ നടക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പുതിയ ഭൂമി വാങ്ങുവാനുള്ള തീരുമാനമെടുക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടുന്നതാണ്. വ്യാപാര വിജയം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഔദ്യോഗിക രംഗത്ത് നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സ്ഥലം മാറ്റം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ആരോഗ്യനില പൊതുവെ തൃപ്തികരമാകുന്നതാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകുന്നതാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ്. പണമിടപാടുകളിൽ കൃത്യത പുലർത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. അകന്നിരുന്ന കുടുംബ ബന്ധങ്ങളൊക്കെ അടുക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. മൂലം നക്ഷത്രക്കാർ ദോഷശാന്തിക്കായി ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. ശനിയാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ചുവന്ന പട്ട് സമർപ്പിക്കുക. ചുവന്ന പൂക്കൾ കൊണ്ട് മാല സമർപ്പിക്കുക. ഭദ്രകാളി മന്ത്രങ്ങൾ ജപിക്കുക. ഇവയൊക്കെ ദോഷത്തെ ഇല്ലാതാക്കി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് പൂരാട നക്ഷത്രക്കാരുടെ ശനി രാശിമാറ്റ ഫലം നോക്കാം. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങളൊക്കെ ഉടലെടുത്തേക്കാം. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം, ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി, മാതാവിനോ തത്തുല്യരായിട്ടുള്ളവർക്കോ അരിഷ്ടതകൾ എന്നിവയൊക്കെ ഉണ്ടായേക്കാം. അനുഭവിച്ചുകൊണ്ടിരുന്ന നിലവിലുള്ള രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾക്കുള്ള സാധ്യതയുമുണ്ട്. ഉത്തരവാദിത്വം പൊതുവെ വർദ്ധിക്കുന്നതാണ്. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടാതിരിക്കുക. അതൊക്കെ നഷ്ടത്തിലെത്താനുള്ള സാഹചര്യമുണ്ട്. ബന്ധുക്കളെ താൽക്കാലികമായി പിരിഞ്ഞു കഴിയേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. മത്സര പരീക്ഷകൾ, ഇന്റർവ്യൂ എന്നിവയിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അന്യരുടെ സഹായങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ബിസിനസ് ഒക്കെ നടത്തുന്നവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ദേഹസുഖം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല ബന്ധങ്ങൾ ഉണ്ടാകുന്നതാണ്. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ്. വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്തുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. വരവിനൊപ്പം ചെലവും അധികരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. സന്താന ഗുണം വർദ്ധിക്കുന്ന സമയമാണ്. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് അപമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കഫജന്യ രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ദീർഘദൂര യാത്രകൾ സാധിക്കുമെങ്കിൽ ഒഴിവാക്കേണ്ടതാണ്. ദേവീക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്തുക. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ ഭഗവതി സേവ നടത്തുന്നതും ദോഷത്തെ ഇല്ലാതാക്കുന്നതാണ്. കൂടാതെ പുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകളെ നടത്തി ദോഷങ്ങൾ ഇല്ലാതാക്കുക. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിത്യം ദേവീ മന്ത്രങ്ങൾ ജപിക്കുക. ഇനി നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ ശനിയുടെ രാശിമാറ്റ ഫലം നോക്കാം. ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതിയ പദ്ധതികളിൽ പണം മുടക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകാം. അതിൽ നിന്ന് മികച്ച നേട്ടവും കൈവരിക്കാനുള്ള സാഹചര്യമുണ്ട്. അധികാരികളിൽ നിന്ന് അനുകൂല തീരുമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളൊക്കെ ശമിക്കുന്നതാണ്. വീട് നിർമ്മാണമൊക്കെ പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പിടിപെടാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. പൂർവീയ സ്വത്ത് ഒക്കെ ലഭിക്കാനുള്ള യോഗമുള്ള സമയമാണ്. യാത്രകൾക്കിടയിൽ ചില വീഴ്ചകളും പരിക്കുകളും ഉണ്ടായേക്കാം. കരുതൽ എടുക്കേണ്ടതാണ്. അതേപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ശാരീരികമായി എന്തെങ്കിലും അരിഷ്ടതകളും വരാം. ബിസിനസ്സുകളിൽ നിന്ന് മികച്ച നേട്ടം ഉണ്ടാകുന്നതാണ്. തൊഴിൽപരമായി സ്ഥലം മാറ്റം ഉണ്ടാകാനും സാഹചര്യമുണ്ട്. ഗൃഹ അന്തരീക്ഷത്തിൽ ശാന്തത കൈവരുന്നതാണ്. കലാരംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ബന്ധുഗൃഹങ്ങളിൽ മംഗളകർമ്മങ്ങൾ
നടക്കാനും അവയിൽ പങ്കെടുക്കാനും സാഹചര്യം ഉണ്ടായേക്കാം. ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുത്തു കഴിയുവാനുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ്. ഉത്രാട നക്ഷത്രക്കാർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിത്യം ദർശനം നടത്തുക, പുരുഷ സൂക്താർച്ചന, തുളസിമാല സമർപ്പിക്കുക എന്നീ വഴിപാടുകളെ ചെയ്യുക. ദോഷങ്ങളില്ലാതായി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു നക്ഷത്രക്കാരുടെ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.